2016 ഉറി ഭീകരാക്രമണത്തിന് ശേഷം നടത്തിയ തിരിച്ചടി ഒരു കമാൻഡോ ഓപ്പറേഷനായിരുന്നു. പാകിസ്ഥാൻ മണ്ണിൽ കയറി ഏതാനും കിലോമീറ്ററുകൾ കയറി ഭീകര താവളങ്ങൾ ആക്രമിക്കുക. അത് ജയ്ഷെ മുഹമ്മദിൻ്റെ താവളങ്ങളാണ്. അത് ആക്രമിച്ചു, നാശനഷ്ടങ്ങളുണ്ടാക്കി, തിരിച്ചെത്തി. അവിടെയും മണ്ണ് പിടിച്ചിട്ടില്ല. അവസാന സമയം 2019 പുൽവാമ ആക്രമണത്തിന് മറുപടി എന്ന നിലയിൽ ബാലാക്കോട്ട് നടത്തിയ വ്യോമ ആക്രമണമാണ്. അപ്പോൾ കരവഴിയും എയർ വഴിയും ആക്രമണം നടത്തിയ ഒരു ചരിത്രമാണ്. അവിടെയാണ് ഇപ്രാവശ്യം നേവൽ ആംഗിൾ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. മാത്രമല്ല, നാവികസേന വലിയ രീതിയിലുള്ള കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ വലിയ രീതിയിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ INS സൂററ്റിൽ നിന്നും മിസൈലുകൾ 70 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ, പുതിയ മിസൈലുകൾ പരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ വിമാനവാഹിനി കപ്പലുകൾ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എല്ലാം പാകിസ്ഥാനോട് ചേർന്ന കടൽ മേഖലയിൽ, അറബിക്കടലിൽ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു പ്രത്യേക ഒരു ഫോർമേഷനാണ്. അതുമാത്രമല്ല, ഈ നാവികസേനയുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രസ്താവന, ഏത് കടലുകൾ സുരക്ഷിതമാണെന്ന് കരുതരുത്, നിങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന രീതിയിൽ വന്ന സോഷ്യൽ മീഡിയ ഒരു പരാമർശം, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ആ അതിർത്തി മേഖല മാത്രമല്ല കടലുകളിലും അസന്തുഷ്ടി അല്ലെങ്കിൽ അതൃപ്തി ഉണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാൻ മാനേജ് ചെയ്യുന്ന രീതി. അതുകൊണ്ട് ആ ബോർഡറിൽ മറുപടി കൊടുത്താൽ പോരാ, മറ്റിടങ്ങളിൽ പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ മറുപടി കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച്, കറാച്ചി തുറമുഖം, ഗദ്ദാർ തുറമുഖം മുതലായ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കാനുള്ള തീരുമാനം, നദീജലം തുറന്നു വിടുന്നത് സംബന്ധിച്ചുള്ള കാര്യം പോലും സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെയുള്ളൊരു ആക്രമണമാണ്. അതേപോലെ വ്യാപാരം നിർത്തിവെക്കുന്നു, അതുപോലെ അതിർത്തി കടന്നുള്ള സഞ്ചാരം ഉപേക്ഷിക്കുന്നു. അതുപോലെ നേവൽ ബ്ലോക്കേഡ് ഉണ്ടാകാം. എന്തുകൊണ്ടുണ്ടായിക്കൂടാ? ഒരു യുദ്ധം മാത്രമല്ല പ്രതികരണം, നേവൽ ബ്ലോക്കേഡ്. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ചരക്കുകൾ എത്തണമെങ്കിൽ, ഓപ്പൺ സീയിലൂടെ എത്തണമെങ്കിൽ ഈ 2 പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. ആ തുറമുഖങ്ങൾ ബ്ലോക്ക് ചെയ്താൽ അപ്പോൾ ചൈന വെറുതെ ഇരിക്കുമോ? ചൈനയുടെ സഹായത്തോടു കൂടിയാണ് ഗദ്ദാർ തുറമുഖം വികസിപ്പിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ റാമിഫിക്കേഷൻസ് പലതുമുള്ള നടപടികളിലേക്ക് ഭാരതം നീങ്ങുമോ, അതോ ജനത്തിൻ്റെ രോക്ഷം ശമിപ്പിക്കാൻ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക്, ബാലാക്കോട്ടിന് സമാനമായ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഇത്രയധികം സന്നാഹങ്ങൾ വേണോ? അതെ, എന്തുമാത്രം മീറ്റിങ്ങുകൾ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ നടന്ന മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നു, സേനാ തലവന്മാരുമായിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സംസാരിക്കുന്നു. അതുമാത്രമല്ല, മറ്റ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF, അതുപോലെ ആസാം റൈഫിൾസ്, അങ്ങനെയുള്ള മറ്റ് സേനാ വിഭാഗങ്ങളുമായി, അർദ്ധസൈനിക വിഭാഗങ്ങളുമായി സംസാരിക്കുന്നു. അത് നിരന്തരമായ സംസാരങ്ങളാണ്.